ഏവർക്കും നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ കണ്ടു കാണും. പ്രവീൺ പ്രണവ്, രണ്ട് ചെറുപ്പക്കാർ, അതായത് ബ്രദേഴ്സ് ചേർന്ന് തുടങ്ങിയ ഒരു ചാനലാണ്. ഇവരാദ്യം ഡാൻസേഴ്സായിട്ട് വന്നു, പിന്നെ കുറേ ചലഞ്ചുകൾ ഏറ്റെടുത്ത് വന്നു. ഏതായാലും ശരി, ഇവരുടെ ഒരു പ്രകടനം യൂട്യൂബിലൂടെ നല്ല ഒരു റീച്ച് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡാൻസും മറ്റേ ലൈഫ് സ്റ്റൈലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇവരുടെ ആ ഒരു ആദ്യകാലത്തെ ഇതെല്ലാം. അതിനുശേഷം ഈ മൂത്താൾ പ്രവീണിനൊരു പ്രണയം ഉണ്ടാകുകയും അങ്ങനെ ഒരു കല്യാണം കഴിക്കുകയും അതിനുശേഷം ആ കുട്ടി പ്രഗ്നൻ്റ് ആകുകയും ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, വീണ്ടും ഇവർ എന്തൊക്കെയോ തല്ലിപ്പിരിഞ്ഞ മാതിരിയാണ് ഫാമിലിയായിട്ട്. നമ്മളിന്ന് ആ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ ഈ ഇതായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. നമ്മൾ ആ കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇവരുടെ ഒരു ആദ്യകാലത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവർ ചേട്ടൻ എൻ്റെ കൂടെ ചേർന്ന ഒരു പഴയ വീഡിയോ ആണ് ഈ കാണുന്നത്. ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അല്ലേ. നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ആണ് യൂട്യൂബിൽ. നമ്മളിപ്പോൾ 2 വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. നമ്മൾ ഇന്നേ വരെ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇവർ രണ്ടുപേരും കൂടെ വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയൊക്കെയാണ് വന്നത്. എന്തായാലും ശരി, ഇവരുടെ ഈ ഒരു മൂത്ത ചേട്ടൻ്റെ ഈ പ്രവീണിൻ്റെ ഈ ഒരു റിലേഷനോട് കൂടി ഇവർ തമ്മിലുള്ള കുടുംബ ബന്ധങ്ങളും ചേട്ടനും അനിയനും തമ്മിലുള്ള കാര്യങ്ങളുമൊക്കെ ഒരു ബന്ധത്തിൻ്റെ ഒരു ഇടിവ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലുപരി ഈ നാട്ടുകാർക്ക് എന്തിൻ്റെ സൂക്കേടാണെന്നറിയത്തില്ല. പിന്നെ ഇവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ചെക്കപ്പിന് പോകുന്നത്. അതിനു മുമ്പേ ഗോവയ്ക്ക് ഇവർ ഫ്ലൈറ്റിന് പോയി, മറ്റേ ടൂറിന് പോയി. അതിനൊക്കെ പൈസ ഉണ്ട്. ഇവർക്ക് പൈസ ഇല്ലേ, ഇവരിത്ര ഇതാണ്, ദരിദ്രവാസികളാണോ, ഇതിനകത്ത് ഇന്ന് നല്ല ഇൻകം ഇല്ലേ എന്നൊക്കെ പറഞ്ഞ കാര്യം. ഒരു 4.1.8 മില്യൺ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ അവർക്ക് നിലവിൽ. അപ്പം ഏകദേശം നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവരെന്താണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാനുള്ള കാരണം? നമ്മൾ എത്രയ്ക്കായാലും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഓരോ കാര്യത്തിന് ചില കാഴ്ചപ്പാടുകൾ കാണും. അത് ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്ന പൈസയുടെ മാത്രം ബലത്തിലല്ല. ചില സുരക്ഷിതവും അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസവും ഒക്കെ ആയിരിക്കും അതിന് പിന്നിൽ. പിന്നെ ഇവരെ എന്തിന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവരെ അങ്ങ് ഹറാസ് ചെയ്യാണ്, കമൻ്റ് ഇട്ട് ചീത്ത പറയുക. എന്തിന്? ഏറെ പറയുന്നു. ആ ജനിച്ച കുഞ്ഞിനെ പോലും ആരും വെറുതെ വിട്ടിട്ടില്ല. ഇപ്പോൾ അവർ അറ്റ് ലാസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ഒരു വീഡിയോ അവർ ഇടുകയാണ്. അപ്പോൾ കുറച്ച് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വരുമെന്നൊക്കെ ഉള്ളൊരു കണക്കൂട്ടൽ നമുക്കുണ്ടായിരുന്നു. ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ വൈറലാകുമെന്നൊക്കെ ഒരു പറച്ചിലുണ്ടായിരുന്നു. ഏതായാലും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ വീഡിയോ ഒരു ദിവസം അയാളിട്ടിട്ട് ഏതാണ്ട് 2,40,00,000 മേളിൽ ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ട് കണ്ടേക്കാണ്. സംഭവം ഒരു കുടുംബത്തിലെ ചില കാര്യങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കല്യാണം കഴിക്കുന്നത്, അതുപോലെ ഗർഭം ഉണ്ടാകുന്നത്, പിന്നെ ഡെലിവറി കേസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ യൂത്ത് പിള്ളേർ ചെയ്യുന്ന ഈ വീഡിയോസിന് ഭയങ്കര റീച്ച് കിട്ടുന്നുണ്ട്. അതിൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ആൾക്കാർക്ക് ഈ പ്രസവവും സെക്സും അതുപോലെ ഭയങ്കര ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വലിയ താല്പര്യം തോന്നുന്നു. ഏതായാലും ശരി, അവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്താ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ ആണ്. ഇങ്ങനത്തെ വരുന്ന നെഗറ്റീവ് സൈഡൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ തയ്യാറായിരിക്കണം. പക്ഷേ എങ്കിൽ പോലും ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ആൾക്കാരെ തെറി വാങ്ങിച്ച് കേൾക്കുക എന്ന് പറയുന്നത് വളരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതെ, തെറി പറയാന്നല്ല, ഒരു പിഞ്ച് കുഞ്ഞിനെ തെറി പറയും. ഇവന്മാർ എന്തിൻ്റെ സൂക്കേടാണെന്ന് മനസ്സിലാകുന്നില്ല. അവർ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ തെറി പറഞ്ഞു. ഒന്നും അറിയാത്ത, എട്ടും പൊട്ടും തിരിയാത്ത ഒരു മുല കൂടി കഴിയുന്ന ഒരു കുഞ്ഞിനെ പറയുക എന്ന് പറഞ്ഞാൽ എന്ത് ആഭാസത്തരമായി കാണിക്കുന്നത്. നിങ്ങൾ നല്ല കമൻറ്റ് ചെയ്യും. ഞാൻ ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ അതിനകത്ത് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം. അല്ലാതെ നിങ്ങളുടെ കമൻറ്റുകൾ വേണം, പക്ഷേ അത് വാല്യുബിളായിരിക്കണം. നമ്മളെ അങ്ങ് അവഹേളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന രീതിയിലാകരുത്. അവരുടെ ഒരു ജീവിതം ഇപ്പോൾ താറുമാറായിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട്.
അപ്പം ചിലരുടെ കാര്യം കേട്ടോ പറയുന്നത്, എല്ലാവരുടെയും കാര്യമല്ല, ചിലർ എന്ത് ചെയ്താലും എല്ലാവരും ഈ കമൻറ്റ് ചെയ്യുന്നാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയാലും എല്ലാവരും നല്ല കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനകത്തിൽ ഈ ചില അസുഖക്കാരാണ് ഇത് കണ്ട് സന്തോഷം, ഇതിങ്ങനെ ഇട്ട് അവർക്കൊരു പ്രത്യേക സുഖമാണെന്ന് തോന്നുന്നു. അത് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു രീതിയിൽ. അവർ നല്ല കാര്യം കണ്ടാലും ചീത്ത കാര്യം കണ്ടാലും അവരെ അങ്ങ് അർമാദിക്കുക എന്നുള്ളതാണ് അവരുടെ മണ്ടയ്ക്ക് കയറി. അതാണ് ഇവർ ചെയ്യുന്നത്. നെഗറ്റീവ് പറയാൻ വേണ്ടി, തെറി വിളിക്കാൻ വേണ്ടിയും, പേഴ്സണലി മൃദുലേ ആയിക്കോട്ടെ, എന്നെ ആയിക്കോട്ടെ, ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ, ഇപ്പം ജനിച്ച കുഞ്ഞിനെ പോലും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെയാ പറയുന്നത്, കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുടുംബം അടിച്ചു പിരിഞ്ഞു, ആ കുഞ്ഞിൻ്റെ കുഞ്ഞിന് ഒന്നാമതൊരു കാര്യമുണ്ട്, ഒരു കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വരുന്ന പെണ്ണിൻ്റെ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി എന്തെങ്കിലും മോശം അനുഭവം വന്നാൽ ജനിച്ച കുഞ്ഞിൻ്റെ തലമണ്ടയ്ക്ക് ഇപ്പോഴും നമ്മൾ ഈ 2024 കഴിയുമ്പോഴും നമ്മുടെ ചിന്താഗതികളെല്ലാം 18-ാം നൂറ്റാണ്ടിലാണെന്ന് പറയാൻ നമുക്ക് ഭയങ്കര നാണമില്ലാത്തൊരു പരിപാടിയാണ്, നാണക്കേടുണ്ടാകുന്നൊരു പരിപാടിയാണ് ഈ പ്രവൃത്തികളൊക്കെ. ഒരു ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് എനിക്ക് അറിയത്തില്ല. ഇത് വായിക്കുന്ന ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു വിഷമം എത്രത്തോളം ആണെന്ന് അവനവന് വരുമ്പോഴേ സീരിയസ്ലി അവനവന് പഠിക്കത്തുള്ളൂ. ഇവർ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയതിൻ്റെ കാരണം എന്താണെന്നുള്ളത് മൃദുല തന്നെ പറയും. അവരുടെ സാഹചര്യം എന്തായിരുന്നുള്ള, അവർക്ക് പൈസയുടെ പ്രശ്നങ്ങളല്ലായിരുന്നു പറയുന്നത് കേട്ടോണം. ചേച്ചിയുടെ 3 ഡെലിവറി അവിടെ ആയിരുന്നു. അപ്പൊ പേഴ്സണലി അവിടെ അറിയാം, നല്ല ക്ലീനുമാണ് അവിടുത്തെ സ്റ്റാഫ്, എല്ലാവർക്കും നമുക്കറിയാം, ഒരു കുഴപ്പമില്ല, സേഫ്റ്റിക്കാലും എല്ലാം ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് രാത്രി വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് അവർ അങ്ങോട്ടേക്കാണ് റെഫർ ചെയ്ത് തന്നത്. ഇവിടുന്ന് നമ്മൾ പോകുന്നതിന് മുന്നേ അവിടുത്തെ കാഷ്വാലിറ്റിയിൽ വിളിച്ചും പറഞ്ഞു ഇതുപോലെ വരുന്നുണ്ട്. ശരിയാണ്. ഇപ്പൊ നമുക്ക് ഈ ഗവൺമെന്റ് ആശുപത്രിയൊക്കെ ഒരു പഴയ കാലങ്ങളിലൊക്കെ നമുക്ക് ചെന്ന് ഹോസ്പിറ്റലിനകത്തൊക്കെ, ഇപ്പോഴും ചില ഹോസ്പിറ്റലൊക്കെ കാണും, വൃത്തികേടെ കാണും, നമുക്കറിയാം. എന്നാലും ഇപ്പം നമുക്ക് നല്ല സൗകര്യങ്ങളൊക്കെ, ഇപ്പോൾ അവാർഡുകൾ, അതുപോലെ നല്ല നല്ല ഡോക്ടേഴ്സുകൾ ഒക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ കൈക്കൂലിയും ഒക്കെ പ്രശ്നങ്ങൾ ഇപ്പം നമുക്കറിയാം. ഓരോ ന്യൂസ് ചാനലിലൊക്കെ വരുന്നുണ്ട്. ഗവൺമെൻറ് ഡോക്ടേഴ്സ് അതിന് തൊട്ടടുത്തൊരു റൂം എടുത്ത് പ്രൈവറ്റ് പ്രാക്ടീസും, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള പല വൃത്തികേടുകളും ഡോക്ടർമാരും ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല ഡോക്ടേഴ്സും ഉണ്ട്, നല്ല ഗവൺമെൻറ് ആശുപത്രിയും ഉണ്ട്. അത് നമ്മുടെ അവകാശമാണ് അത് വിനിയോഗിക്കുക എന്നുള്ളത്. അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള അത്രയും എല്ലാ SIT സംബന്ധിച്ച് പറയാനാണെങ്കിൽ എന്താ പറയുന്നത്, ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ്. പിന്നെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ് ചെയ്ത ഹോസ്പിറ്റലാണ്. അത് ഈ വരുന്നവർക്ക് കമൻ്റ് ഇടുന്നവർ അതൊന്നും നോക്കാതെ വാരി വലിച്ച് ഇവരെ അങ്ങ് കമൻ്റ് ഇട്ട് കൊല്ലേണ്ട വല്ല ആവശ്യമുണ്ടോ? എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിനെയാണ് ഈ വന്ന് കിടന്ന് ഒരു വിവരവും ഇല്ലാതെ സംസാരിക്കുന്നത് എന്ന് കേൾക്കുമ്പം എനിക്ക് പേഴ്സണലി വിഷമം തോന്നുന്നുണ്ട്. പിന്നെ വേറെ കുറേ ആൾക്കാർ അവിടെ തന്നെ ജനിച്ച് തന്നെ ഒരു ദിവസം എത്ര ഡെലിവറി നടക്കുമായിരിക്കും, എനിക്ക് എണ്ണമില്ല. ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മൃദുല വന്നതിന് ശേഷം ആ ഫാമിലിയിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ത്യ ലോകത്ത് എവിടെയായാലും ശരി, ആണും പെണ്ണും ചേരുന്നിടത്ത്, അല്ലെങ്കിൽ മരുമക്കളും അമ്മായിമ്മയും അല്ലെ പിന്നെ ചേട്ടനും അനിയനും തമ്മിലൊക്കെ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അതൊരു നൈമിഷികമായ കാര്യങ്ങൾ. അവരെ ഒന്നിക്കാനും ഒരു നിമിഷം മതി. കുടുംബത്തിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം അതുപോലെ ഇണക്കങ്ങളും ദേഷ്യങ്ങളും എൻ്റെ കുടുംബത്തിലുമുണ്ട്. അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അതിൽ കൂടെ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പം നിങ്ങൾ പറയും, നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ബ്ലോഗ് ആക്കുന്നില്ലേ, എന്തുകൊണ്ട്? ഇവര് ഈ ഡെലിവറി സമയത്ത് അനിയനില്ല, പ്രണവില്ല, അച്ഛനില്ല, അമ്മയില്ല. അപ്പോൾ ഇവരുടെ ഫാമിലിയിൽ സംതിങ് ഹാപ്പൻഡ്. അപ്പോൾ അതിൻ്റെ പേരിലുണ്ടായ ആൾക്കാർക്ക് അതൊന്നറിയണം. അതിനെ വെച്ച് അങ്ങോട്ട് കമൻ്റ് ഇടാഞ്ഞിട്ട് അങ്ങ് ഭയങ്കര വിഷമം. ആ ഒരു പ്രശ്നത്തിൽ എന്താണ് അച്ഛനെ കാണാത്തത്, അനിയനെ കാണാത്തത്? ഇവർക്ക് എന്ത് സൂക്കേടാണ്, അവരവരുടെ പേഴ്സണൽ ലൈഫാണത്. അതും അപ്പം മറ്റുള്ളതൊക്കെ ലൈഫ് സ്റ്റൈലിൽ ചെയ്യുന്നു പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറയണമെന്നുണ്ടോ? അവർക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല, അല്ലെ അത് റിവീൽ ചെയ്യാൻ അവർ താല്പര്യം കാണിക്കുന്നില്ല. കൊണ്ട് ഇത് വ്ളോഗ് ആക്കുന്നില്ല. ഇവിടം കട്ട് ചെയ്യണം.
എന്തും പറയാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റരുത്. ഒരാളെ വിമർശിക്കാം, അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരടുത്തും ആയിക്കോട്ടെ, വിമർശിക്കാം, എല്ലാം പറയാം, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ അതൊരു അതിര് വിട്ട് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക. അത് പേഴ്സണലി നമ്മളെ ഒരുപാട് ഡ്രോമയിലാക്കാം, ഒരുപാട് വിഷം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആ പുള്ളിക്കാരൻ പറഞ്ഞത്, അവരുടെ എക്സ്പ്ലനേഷൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ അവർ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നവരായിരിക്കും, പക്ഷേ അവരുടെ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ നാട്ടുകാരെ വെളിപ്പെടുത്തുക, അത് വെച്ച് പന്താടുക, ഈ ഒരു രീതി അവർക്ക് മുറിവേൽപ്പിക്കുന്ന ആരുമായിക്കോട്ടെ. ഇനി നാളെ സമൂഹത്തിൽ ആരെയായാലും ശരി, നമ്മളെ വ്യക്തിപരമായി ഹേർട്ട് ചെയ്യുന്ന ഒരു പരിപാടിക്ക് നിങ്ങൾ ഇനി തയ്യാറാകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.